साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। ശ്രീജ വായിച്ചോളൂ. സായിറാം. ഓൺ ചെയ്യൂ, വീഡിയോ ഓൺ ചെയ്യൂ. സായിറാം. നമ്മുടെ എല്ലാമായ ഭഗവാന്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ ദിവ്യവാണി വായിക്കുന്നതിന് അവസരം ലഭിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാലം മുഴുവനും. അതുകൊണ്ട് തന്നെ എനിക്ക് മലയാള ഭാഷയിൽ ഔപചാരികമായി പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പോരായ്മകൾ എൻ്റെ വായനയിൽ കണ്ടേക്കാം. വായിക്കുമ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം, അക്ഷര സ്ഫുടത കുറഞ്ഞതായി കാണാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതിക്കൊണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട് നല്ല രീതിയിൽ വായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഭഗവാന്റെ വാണി വായിക്കുന്നു. സായിറാം. 1966 ദസറ മഹോത്സവത്തില് ഭഗവാൻ ചെയ്ത പ്രഭാഷണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഈശ്വരനെ നേടുക, മോഹങ്ങളിൽ നിന്നും മോചിതരാവുക. പച്ചക്കമ്പ് വെള്ളത്തിൽ മുങ്ങും, ഉണങ്ങിയത് പൊന്തിക്കിടക്കും. മോഹരഹിതരാവുക, ഉത്കണ്ഠകൾ ഒഴിവാക്കുക. അപ്പോൾ പരിണാമ ദൈവ സങ്കല്പ ജലത്തിൽ നിർബാധം പൊന്തിക്കിടക്കാം. നീരാവിയാകുമ്പോൾ വെള്ളവും ആകാശത്തിലേക്ക് ഉയരുന്നു. ലഘുവായി തീരുക, ഭാരം കുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് നീങ്ങാം. ചിത്തവൃത്തി നിരോധമാണ് യോഗം. നിങ്ങളെ അധപ്പതനത്തിലേക്ക് വലിച്ചിറക്കുന്ന മോഹങ്ങളിൽ നിന്നും മോചിതരാവുക. പരമസത്യത്തെ കണ്ടെത്തുവാൻ മാത്രം ഉത്സുകരായിരിക്കുക. ആ സത്യം നിങ്ങളിൽ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആഗമനവും പ്രതീക്ഷിച്ച് മുട്ടുവരെ വെള്ളത്തിൽ നിൽക്കുന്ന അലക്കുകാരൻ ദാഹിച്ച് മരിക്കുന്നത് പോലെ സർവരോഗ നിവാരിണി ഹസ്തലബ്ധമായിട്ടും മനുഷ്യൻ കഷ്ടപ്പെടുന്നു. അന്തര്യാമിയായ ഭഗവാനെ പുറമെ അന്വേഷിച്ചാൽ ലഭിക്കില്ല. ഭഗവാനെ അനന്യ ചിന്തയോടെ പ്രേമിക്കുക. ഈശ്വരനില്ലാതെ ഒന്നിനും വിലയില്ലെന്ന് അറിയുക. സർവവും ഈശ്വരനാണെന്ന് അനുഭവിച്ചറിയുക. അപ്പോൾ ഈശ്വരൻ നിങ്ങളുടേതും നിങ്ങൾ ഈശ്വരന്റേതുമായി തീരും. അതിനുപരി മറ്റൊരു സമീപ ബന്ധവുമില്ല. പുറമേയുള്ള 50 പേർ വിശപ്പോടെ പ്രതീക്ഷയോടെ അടുക്കളയിൽ എത്തി നോക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ യജമാനന്റെ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വിളമ്പിത്തരും. ആ പ്രേമദീപം കൊളുത്തുന്നത് നാമത്തിലൂടെയാണ്. വൃക്ഷത്തിന്റെ ശാഖകൾ കുറച്ചു നേരം പരസ്പരം കഠിനമായി ഉരസുമ്പോൾ വൃക്ഷത്തെ തന്നെ ദഹിപ്പിക്കുവാൻ ഉതകുന്ന അഗ്നിയുണ്ടാകും. അതുപോലെ നാമങ്ങൾ തമ്മിൽ പരസ്പരം കഠിനമായും വേഗത്തിലും ഉരസുമ്പോൾ ജ്ഞാനദീപം മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. ജ്ഞാനാഗ്നി കർമ്മഫലങ്ങളെ ദഹിപ്പിക്കുന്നുവെന്ന് ഗീത പറയുന്നു. അവ മനുഷ്യനെ പിന്നീട് ഒരിക്കലും ബാധിക്കില്ല. കത്തിച്ചാമ്പലായി കഴിഞ്ഞ കയറുകൊണ്ട് കെട്ടുവാൻ പറ്റില്ലല്ലോ. കർമ്മഫലം നിലനിൽക്കെ അത് തീർക്കുവാൻ മനുഷ്യന് വീണ്ടും ജനിക്കണം. കർമ്മമാകുന്ന സ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ ജനന മരണ കണക്ക് നിൽ ബാലൻസ് ആവുകയുള്ളൂ. എല്ലാ കർമ്മങ്ങൾക്കും പ്രചോദനം നൽകുന്നത് മോഹമാണ്. ഉൾപ്രേരകൻ മോഹം തന്നെ. മോഹപ്രാപ്തി അടഞ്ഞവർക്ക് കർമ്മമില്ല. കാരണം അവർ മോഹരഹിതമായ ആത്മാവിൽ തന്നെ വർത്തിക്കുന്നു.
കർമ്മഫലശിഷ്ടം ശരീരത്തെ കുറച്ചു കൊല്ലങ്ങൾ കൂടി ബന്ധനസ്ഥമാക്കും. ശാസ്ത്രങ്ങൾ കർമ്മഫലശിഷ്ടങ്ങളെ തുടച്ചു നീക്കുവാൻ 4 പടികൾ ഉപദേശിക്കുന്നു. തീപ്പൊരികളെ ഛേദിച്ച് നീക്കുക, പനിയുടെ കാരണ ലക്ഷണങ്ങളെ നശിപ്പിക്കുക, ശിഷ്ടകടം തീർക്കുക, കർമ്മഫലം അനുഭവിച്ചു തീർക്കുക. ഒരു തീപ്പൊരി മറ്റൊന്നിന് തുടക്കം കുറിക്കും. ഒരു വൈറസ് വേഗത്തിൽ വർദ്ധിച്ച് രോഗത്തെ ആവർത്തിക്കും. അടച്ചു തീർക്കാത്ത ചെറിയൊരു കടം വലിയ പലിശ നിരക്കിലൂടെ വലിയ കടമായി തീരും. ഫലേച്ഛയോടെ നിർവഹിക്കപ്പെടുന്ന നിസ്സാര കർമ്മവും പുനർജന്മത്തിലെത്തിച്ച് കർമ്മഫലം അനുഭവിപ്പിക്കും. ആദ്യത്തെ പടിയാണ് കർമ്മ ജിജ്ഞാസ. ഉചിത മനസ്ഥിതിയോടെ ഉചിത രീതിയിൽ കർമ്മ നിർവഹണം. അടുത്തത് ധർമ്മ ജിജ്ഞാസ. ചുമതലകളുടെയും കടപ്പാടുകളുടെയും നിർവഹണവും സമുദായ മേന്മയ്ക്ക് വേണ്ടിയുള്ള പെരുമാറ്റ ചട്ടങ്ങളുടെ ആചരണവും. ഒടുവിലേത്തത് ബ്രഹ്മ ജിജ്ഞാസ. നാമസ്മരണം പ്രാഥമിക സാധനയാണെന്ന് അവബോധം. നാമം പഞ്ചസാരയാണ്. നിങ്ങൾക്ക് പല രൂപത്തിലുള്ള പഞ്ചസാര പാവുകൾ ഉണ്ടാക്കാം. രൂപത്തിന് അനുരൂപമായ നാമം കൽപ്പിക്കാം. പൂച്ച, മുയൽ, പരുന്ത്, ആന, മധുരം ഒന്ന് തന്നെ. അതുപോലെ നാമസ്മരണം സാധനയിൽ ഓം ശക്തി, ഓം നാരായണ, ഓം ശ്രീനിവാസായ, ഓം പരമാത്മ, ഓം സായി രാമ തുടങ്ങി ഏതും തിരഞ്ഞെടുക്കാം. പരിഹാര ശക്യത, ശുദ്ധീകരണ ശക്യത എല്ലാം ഒന്ന് തന്നെ. നാം ആസ്വദിക്കുന്ന മാധുര്യവും ഒന്ന് തന്നെ. ഈശ്വരനിലേക്കുള്ള യാത്ര ആരംഭിക്കുക. നാമസ്മരണം നിങ്ങളെ ഈശ്വര ചിന്തയിൽ ഉറപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ മൃദംഗത്തിനകത്ത് അകപ്പെട്ട ചുണ്ടെലിയെ പോലെയാണ്. വലത് ഭാഗത്ത് അടിക്കപ്പെടുമ്പോൾ എലി ഇടത്തോട്ട് ഓടുന്നു, ഇടത് ഭാഗത്ത് അടിക്കപ്പെടുമ്പോൾ അത് വലത്തോട്ട് ഭയപ്പെട്ടോടുന്നു. അതുപോലെ നിങ്ങൾ പരമാത്മാവിൽ നിന്നും പ്രകൃതിയിലേക്ക് ഓടുന്നു. ഈശ്വരനുമായി ചേരുവാൻ വൈമുഖ്യമുണ്ട്. പക്ഷേ അതേസമയം ലൗകിക നൈരാശ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ഈശ്വരനിൽ നിന്ന് വന്നവരാണ്. ഈശ്വര മഹിമയുടെ ഒരു തരി നിങ്ങളിലുണ്ട്. ആ അനന്ത സാഗരത്തിലെ തിരമാലയാണ് നിങ്ങൾ. അവിടെ വീണ്ടും ലയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകൂ. വഴിതെറ്റിയ ശിശുവിനെ പോലെ നിങ്ങളുടെ അമ്മയിൽ ചെന്നു ചേരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകൂ. സമുദ്രജലം നീരാവിയായി ഉയർന്ന് മേഘമായി കൂടി ഭൂമിയിൽ പതിച്ച് ദ്രോണികളിലൂടെ ഒഴുകി സമുദ്രത്തിൽ ചെന്നു ചേരുന്നു. അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആ സമുദ്രത്തിൽ എത്തിച്ചേരൂ. ആ യാത്ര ആരംഭിച്ച് വേഗത്തിൽ യാത്ര ചെയ്യുക. പൂർണ്ണഭക്തയായ മിസസ് മാക്രേ എന്നെ സംബന്ധിക്കുന്ന ഓരോ സ്ഥലത്തിനും അവർണ്ണനീയമായ പവിത്രത കൽപ്പിക്കുന്നു. ഒരു ദിവസം അവൾ ഗ്രാമത്തിൽ പോയി. ഈ സായി ശരീരത്തോട് വീണ്ടും പ്രത്യക്ഷപ്പെട്ട വീടിന്റെ നിലത്തിൽ നിന്ന് കല്ലുകളും കക്കകളും ശേഖരിച്ചു. അവിടെ കിടന്നിരുന്ന ഓരോ കല്ലും അവളുടെ മനസ്സിന് ആകർഷണീയമായിരുന്നു. അതിലൊന്ന് അവൾ ഒരു ബക്കറ്റ് നിറയെ കല്ലുകൾ അവളുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ടെഹ്റാൻ, റോം, ന്യൂയോർക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ ഇതെല്ലാം വലിയ ഭാരമുള്ള ലഗേജ് ആയിരിക്കുമെന്ന് അവൾ മനസ്സിലാക്കിയില്ല. ഭക്തി മനസ്സിലിരിക്കട്ടെ. ഭാവവും മനസ്ഥിതിയും സമർപ്പണവും ശീലിക്കുക. അത് മതി. മനുഷ്യന്റെ വിധിയെ രൂപപ്പെടുത്തുന്നതിൽ കർമ്മത്തിന്റെ പ്രാധാന്യം. ജനനരാഹിത്യാവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ പുരോഗതിയിൽ കടന്നു പോകേണ്ടി വരുന്ന പല പല ജന്മങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ച് അവരെ തന്റെ പവിത്ര സൗഹാർദ്ദത്തിൽ കൂട്ടിയിണക്കിയെടുത്ത് രക്ഷിച്ച് തദ്വാര സമുദായത്തെയും രക്ഷിച്ച് കാണിച്ച ഭഗവത് മഹത് അനുഗ്രഹം ഇവയെല്ലാം സനാതന ധർമ്മത്തിൽ മാത്രമാണ് സുശക്തമായും സുവ്യക്തമായും പ്രതിപാദിച്ചു കാണുന്നത്. ഈ മഹത് സത്യങ്ങളെതിനെയും കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കഷ്ടപ്പെട്ട് ദുഃഖിക്കും. കരുണാപൂർണന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോഴോ പിന്നീടോ രക്ഷപ്പെടണം. അത് താമസിച്ചാവാതിരിക്കട്ടെ. ലക്ഷ്യം വ്യക്തമാക്കി മുന്നോട്ട് നീങ്ങുക. ജയ് സായിറാം. ഇത് ഭഗവാൻ 1966 നടത്തിയ പ്രഭാഷണത്തിൽ നിന്നാണ്. അനുഭവം കൂടെ പറഞ്ഞോളൂ.
സായിരാം. സായിരാം. അനുഭവം പറയാം. ഞാൻ ഭഗവാനെ കുറിച്ച് അറിയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അച്ഛൻ വിശാഖപട്ടണത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മളെല്ലാം അവിടെയാണ് പഠിച്ചു വളർന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുടുംബം സായി കുടുംബമായിരുന്നു, ആന്ധ്രാക്കാരായിരുന്നു, വളരെ പരമഭക്തരായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ എപ്പോഴും ഭജനകളൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ കുട്ടികളായ ഞങ്ങൾ ചെറുപ്പത്തിൽ ആ ഭജനകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ അന്ന് സ്വാമിയുടെ ദിവ്യത്വത്തെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു. അപ്പോ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് സ്വാമി എന്ന അവതാരത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. അപ്പൊ കഴിഞ്ഞ ജന്മങ്ങളുടെ പുണ്യഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഭഗവാനെ അറിയാൻ സാധിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സായി ഭക്തന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഭജനകളും വചനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. ലൗകികമായ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും ആത്മീയമായി ഉയരാൻ നാം ഓരോ ക്ഷണവും ശ്രമിക്കുക തന്നെ ചെയ്യണം. ആദ്യമായി ഞാൻ പുട്ടപർത്തിയിൽ പോയത് ഒരു വേൾഡ് യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കാനായിരുന്നു. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പല പല രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്നു. വളരെ അച്ചടക്കത്തോടെ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് ആ ദിവ്യസ്വരൂപനായ ഭഗവാന്റെ പ്രേമപൂർണമായ വചനങ്ങൾ ശ്രവിച്ച് ഇങ്ങനെ ഇരിക്കുന്നതും, അപ്പോൾ നമ്മളൊക്കെ ഭഗവാനെ ഇങ്ങനെ അത്ഭുതത്തോടെ കാണുന്നതും, ആ സുന്ദര രൂപം ഇങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത ആ രൂപം കണ്ട് അവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയും അതുപോലെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു അനുഭവമാണ്. മറ്റൊന്ന് പറയാനുള്ളത്, എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത് ഇൻകം ടാക്സിലെ അഡീഷണൽ കമ്മീഷണർ ഓഫീസ് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പൊ ജോലി കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്നും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ കാണാൻ പോകാമല്ലോ, ഭഗവാന്റെ ദർശനത്തിന് പുട്ടപർത്തിയിൽ പോകാമല്ലോ എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഓഫീസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് അവിടെ എന്റെ മനസ്സിൽ ചിന്ത എപ്പോഴും ഇങ്ങനെയായിരുന്നു, ഭഗവാനെ എവിടെയെങ്കിലും സ്വാമിയുടെ ഭക്തന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ആ ഓഫീസിൽ അവിടെ സ്വാമി ഭക്തന്മാരെ ഒന്നും ഞാൻ കണ്ടില്ല. ഓഫീസിലാണെങ്കിൽ കന്നഡക്കാരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അവരൊക്കെ ഭക്തിയുള്ളവരായിരുന്നു. അവരുടെ ടേബിളിന്റെ പുറത്ത് ഓഫീസ് ഫയലുകൾ ഉണ്ടാവും, അതോടൊപ്പം മേശപ്പുറത്ത് ധാരാളം ദേവി ദേവന്മാരുടെ ഫോട്ടോ ഒക്കെ വെക്കും. അപ്പൊ രാവിലെ വന്ന് ഉടനെ തന്നെ ചിലർ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചാണ് അവരുടെ ജോലി തുടങ്ങുന്നത്. ഞാനാകട്ടെ ഭഗവാന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മേശപ്പുറത്തുണ്ടോ എന്നിങ്ങനെ തിരയുമായിരുന്നു. അത് നോക്കിയിട്ട് എവിടെയും സ്വാമിയുടെ ഒരു ഫോട്ടോ പോലും ആരുടെ മേശപ്പുറത്തും കണ്ടില്ല. വളരെ നിരാശ തോന്നി. എന്നാൽ മൂന്നാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു റൂമിൽ, ഓഫീസിലെ ഒരു റൂമിൽ ഭഗവാന്റെ വലിയൊരു ഫോട്ടോ ഞാൻ കാണുന്നു. അത് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സന്തോഷമാണ് എനിക്കുണ്ടായിരുന്നത്. അത് ഏതോ ഒരു സായി ഡിവോട്ടി വെച്ചതാണെന്നാണ് പിന്നീട് അറിഞ്ഞത്. പിന്നെ ആ സമയത്ത് സ്വാമി വൈറ്റ് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ വൈറ്റ് ഫീൽഡിലെ ആശ്രമത്തിലേക്ക് പോകാൻ പുറപ്പെട്ടത്. ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് സ്വാമി സമ്മറിൽ വൈറ്റ് ഫീൽഡിലാണ് ഉണ്ടാവുക എന്നൊക്കെ. അപ്പൊ ഒറ്റയ്ക്ക് ബസ്സിൽ പുറപ്പെട്ടു. എന്നാൽ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വൈറ്റ് ഫീൽഡിലാണെന്നാണ് എന്റെ ധാരണ. എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. പക്ഷേ യാദൃശികമായിട്ട് ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, സായിബാബ ആശ്രമം ഇവിടെ വൈറ്റ് ഫീൽഡിൽ തന്നെയല്ലേ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഫീൽഡിലല്ല, കാടുകോടിയിലാണെന്ന്. ആ കാടുകോടിയിലൂടെ ഈ ബസ് പോകുന്നില്ല എന്ന് പറഞ്ഞു. ബസ് റൂട്ടല്ല അത്, ഈ ബസ് ആ വഴി പോകുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി കുറെ നടന്നു. ഇങ്ങനെ നടന്ന് കുറെ എത്തിയപ്പോൾ ഞാൻ കാണുന്നു ഇങ്ങനെ ഒറ്റക്കാണ് നടക്കുന്നത്. ആദ്യമായിട്ടാണ് ആ റൂട്ടിലൂടെ പോകുന്നത്. അപ്പൊ കുറെ പേര് ഭക്തന്മാർ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവര് അന്നത്തെ ദിവസം ഉഗാദി ദിവസമാണ്, തെലുഗു ന്യൂ ഇയർ ആണ്. അന്ന് ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് വരുന്നതായിട്ട് ഞാൻ കാണുന്നത്.
അപ്പോ ഏതായാലും സ്വാമിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരാൻ പറ്റിയ സന്തോഷം ഒരു ഭാഗത്ത്, മറുവശത്താണെങ്കിൽ നിരാശയായിരുന്നു. കാരണം ഭഗവാന്റെ ദർശനം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് പുഞ്ചിരി തൂകുന്ന ഭഗവാൻ അവിടെ കുറച്ച് ദൂരെ അങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നെ കാത്തു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആനന്ദ കണ്ണീര് കൊണ്ട് ഭഗവാനെ ഞാൻ നമസ്കരിച്ചു. ശേഷം പ്രസാദവും വാങ്ങി. പിന്നീടുള്ള കുറെ ദിവസങ്ങൾ എനിക്ക് ഭഗവാന്റെ ദർശനത്തിന് എല്ലാ ദിവസവും ബാംഗ്ലൂരിൽ നിന്നും, എല്ലാ ദിവസമല്ല, ആഴ്ചയില് ശനി ഞായർ അവധിയായിരുന്നു. അപ്പോൾ ഞാൻ ഭഗവാന്റെ ദർശനത്തിന് പോകുമായിരുന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളും ഹൃദയസ്പർശിയാണ്. ഓരോ ക്ഷണവും ഈശ്വരനാമത്തോടെ ഭഗവാന്റെ പാദപദ്മങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിറാം. വെരി ബ്യൂട്ടിഫുൾ. ഭഗവാന്റെ പ്രഭാഷണം. సాయిరామ్. మీరు ఎక్కడ పోయినప్పటికీ నేను వెంట ఉన్నాను. You may go anywhere, Bhagavan is with you. మీకు ఏ విధమైనటువంటి బాధలు వచ్చినా నేను చూసుకుంటాను. Bhagavan will take care of all your difficulties. ధైర్యంతో దైవం యొక్క భావమును మీరు అభివృద్ధి పరచుకొని సేవల్లో పాల్గొనండి. With all the courage and divine thoughts to serve the society. కొన్ని నష్టములైనా కూడా పర్వాలేదు, మీరు సహించుకొని సేవలు మానుకోకుండా ఉండండి. You may suffer certain losses but never give up service. హ్యాపీ హ్యాపీ. ఏది హ్యాపీ? We say happiness. What is that happiness? జీవితంలో ఏది హ్యాపీ లేదు. Nothing is happy in this అంత world. అప్పటికప్పటికి వస్తుంది, అప్పటికప్పుడు అంత పాసింగ్ క్లౌడ్స్. Things come then and there itself and they pass on. కానీ పర్మనెంట్ అనేటువంటి హ్యాపీ ఒక దైవత్వంతో మాత్రమే ఉంటుండాలి. The permanent happiness is with God only. ఇది హార్ట్ టు హార్ట్, లవ్ టు లవ్. It is a connection heart to heart, love to love. ఇదే మీరు పెంచుకోవాలి. This you should develop. ఇది మీ యొక్క నిజమైనటువంటి యొక్క భక్తి ప్రపత్తులకు సరైన నిదర్శనము. This is the true proof of your devotion and sincerity. స్వామి యొక్క ఆశీర్వాదములు అమితంగా ఉంటున్నాయి. మీరు సుఖంగా, శాంతిగా, ఆనందంగా భక్తి ప్రపత్తులతో జీవించి దేశానికి సరైనటువంటి యొక్క సేవలు చేయాలని నేను ఆశీర్వదిస్తూ నా ప్రసంగం వివరిస్తున్నాను. You have Bhagavan's blessings in abundance. Bhagavan wants you to lead a peaceful, happy, blissful life and grow in sincerity, devotion and steadfastness, and brings his divine discourse to a close. ശ്രീജ പാടിക്കോളൂ, ഭജന പാടിക്കോളൂ. സായിറാം. ജയ ഹോ ഗോപാലന, ജയ ഹോ ഗോപാലന, ജയ ഹോ നാരായണ, ജയ ഹോ നാരായണ, ജയ ഹോ ജനാർദന, ജയ ഹോ ജനാർദന, ജയ ഹോ നിരഞ്ജന, ജയ ഹോ നിരഞ്ജന, ജയ ഹോ ഗോപാലന, ജയ ഹോ നാരായണ, ജയ ഹോ ജനാർദന, ജയ ഹോ നിരഞ്ജന, ജയ ഹോ നിരഞ്ജന, ജയ ഹോ ഗോപാലന, ജയ ഹോ നാരായണ. ഓം ശ്രീ സായിറാം. ശ്രീജ, ഇന്നത്തെ പ്രസന്റേഷൻ വാസ് വെരി ഗുഡ്. നന്നായിരുന്നു കേട്ടോ. എല്ലാം ഭജനയും അനുഭവവും വായിച്ചതും ഒക്കെ വളരെ നന്നായിരുന്നു. ഞാന് 44 വർഷം മുമ്പ് ഭഗവാനെ കാണുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവം, എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം, അത് ഓർക്കുമ്പം ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മനസ്സിപ്പോഴും വിറയ്ക്കും. അതേ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ കാര്യം ഓർക്കുമ്പം കൃതജ്ഞത കൊണ്ട് നിറയും ചെയ്യും. അങ്ങനെയുള്ളൊരു ഭയങ്കര അനുഭവം, അതിനെപ്പറ്റി പറയാം.
ഞങ്ങൾ 73 തൊട്ട് അവിടെ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ഭജനയൊക്കെ തുടങ്ങി. അപ്പൊ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റില്ല, മോന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 75 4 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവന് പറഞ്ഞാലൊക്കെ കേൾക്കും, അടങ്ങിയൊക്കെ ഇരിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ ഭജനയ്ക്കൊക്കെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ സ്വാമിയുടെ അപ്പത്തെ 78-ല് ഞാൻ സ്വാമിക്ക് കൊടുത്ത അമ്മയ്ക്ക് അനുഗ്രഹം നൽകിയത് കാരണം ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചോളാം എന്ന് ഞാൻ സ്വാമിക്ക് പ്രോമിസ് ചെയ്തിരുന്നു. അങ്ങനെ 78-ൽ അമ്മയ്ക്ക് ഭയങ്കരമായ അനുഗ്രഹങ്ങൾ കൊടുത്ത ആ കഥ ഞാൻ പറഞ്ഞു, മോതിരം കിട്ടിയ കഥയും മറ്റും ദർശനം കിട്ടിയതുമൊക്കെ. അപ്പോ അങ്ങനെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് ഭഗവാന്റെ വിശ്വാസം എനിക്ക് വന്നു കഴിഞ്ഞപ്പം സ്വാമി തന്നെ ഒരു ദിവസം രാവിലെ ഒരാളെന്നെ വിളിച്ചിട്ട്, ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരാൾ വിളിച്ചിട്ട്, സത്യസായി സംഘടനയിലുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഞാൻ ബാലവികാസ് ക്ലാസ് എടുക്കണം, ബാലവികാസ് ക്ലാസ് എടുക്കണം. അങ്ങനെയാണ് 78 ഞാൻ ആദ്യമായിട്ട് ബാലവികാസ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. എനിക്ക് ധൈര്യമുണ്ടായിരുന്നു, കാരണം ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് ഞങ്ങൾ വളർന്ന ഫാമിലി അങ്ങനെ ആത്മീയമായ വളരെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ ഞാൻ മതപാഠശാലയൊക്കെ കേട്ട് വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ലാതെ ബാലവികാസ് ക്ലാസ് എടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ 78 തൊട്ട് ഞാൻ ബാലവികാസ് എടുത്തു തുടങ്ങി. എൻ്റെ മക്കളൊക്കെ മക്കളും മക്കളുടെ ഫ്രണ്ട്സും ഒക്കെയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻസ് ആയത്. അങ്ങനെ ഇരിക്കുക, അവിടെ ദുർഗാപൂജ വളരെ പ്രധാനം. നമ്മുടെ നാട്ടിലെ ഓണം പോലെയൊന്നല്ല. ഓണം എന്ന് വെച്ചാൽ ഫാമിലി ഫംഗ്ഷനാണ്, ദുർഗാപൂജ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഫംഗ്ഷനാണ്. എല്ലാവരും ഒരു ഫാമിലി പോലെ കഴിയുന്ന ഒരു 9 ദിവസമാണ് ഈ ദുർഗാപൂജ. അപ്പൊ ഞങ്ങളുടെ വീട്, ഞങ്ങൾ ഒരേ കമ്പനിയാണ്, വലിയ കമ്പനിയുടെ കോളനി, അതിനേക്കാളും വലിയ മനോഹരമായ കോളനി. അതിലെല്ലാ സൗകര്യമുണ്ട്, തൊട്ടടുത്ത് ഹോസ്പിറ്റല്, മാർക്കറ്റ് എല്ലാം അടുത്താണ്, സ്കൂൾസ് എല്ലാം അടുത്താണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ, എല്ലായിടത്തും സമനിലയിലുള്ള ആൾക്കാരാണ് താമസിക്കുക. എഞ്ചിനീയേഴ്സും, എൻ്റെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അതേ ലെവലിലുള്ള ആൾക്കാർക്കൊക്കെയാണ് ഓരോ സ്ഥലങ്ങളായിട്ട് ഓരോരോ ഫ്ലാറ്റ്സ് തരിക. അപ്പൊ നമ്മളുടെ ആ ഒരു ചുറ്റുവട്ടത്ത് വലിയ മൈതാനത്തിന്റെ ചുറ്റുമുള്ള വീടുകളിലെല്ലാം ഒരേ തരത്തില് ജോലി ചെയ്യുന്ന ആൾക്കാരും ഫ്രണ്ട്സും. അപ്പൊ അവരുടെ ഭാര്യമാരായ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ്, കുട്ടികളെല്ലാവരും ഫ്രണ്ട്സ്. അപ്പൊ ആ മൈതാനം എല്ലാവരുടെയും ഒരു പ്ലേസ് ആണ്. അവിടെ വലിയ ദുർഗാപൂജ പന്തലിടും. ഈ പന്തലിട്ട് കഴിഞ്ഞാൽ പിന്നെ പിള്ളേര് വീട്ടിനകത്ത് വരികയില്ല, എല്ലാവരും അവിടെയാണ് കളി. 2-3 ദിവസം അവിടെ തന്നെയാണ് നമുക്ക് പ്രസാദം, ഭക്ഷണമൊക്കെ. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ഒക്കെ പോണേ. കുട്ടികളൊക്കെ അവരുടെ കാര്യം നോക്കിക്കോളും, അവർക്ക് കളികളുണ്ട്, അവർക്ക് പിന്നെ കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ അതിൽ വ്യസ്തരായിരിക്കും. അപ്പൊ എൻ്റെ മകനാണെങ്കിൽ അന്ന് 9 വയസ്സാണ് അവന്. അവനാണെങ്കിൽ വലിപ്പച്ചെറുപ്പം ഇല്ല, അതുപോലെ പ്രായവ്യത്യാസമില്ല, എല്ലാവരുടെയും ഫ്രണ്ടാണ് അവൻ. മാത്രമല്ല എല്ലാവരുടെയും ലീഡറുമാണ്. എല്ലായിടത്തും സാഹസത്തോടു കൂടി ഏത് കാര്യം ചെയ്യാനായിട്ട് അവൻ മുന്നിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് പോയി, ആ പ്രാവശ്യം ഓണം ദുർഗാപൂജ കഴിഞ്ഞ ശേഷമാണ് പിന്നെ മിഡ് ടേം എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ട് വികൃതി ഒന്നും കാണിക്കരുത്, അടങ്ങി ഒതുങ്ങി ഇരുന്നോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ മക്കള് വന്നില്ല. തിരിച്ചു വരുമ്പോ എന്താ കാണുന്ന അറിയോ? എൻ്റെ മകൻ, അവന് 9 വയസ്സുള്ള അവൻ കയ്യിൽ വെച്ചിട്ട് പടക്കം പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ അവന്റെ കൈ പൊള്ളി. അവനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ചേട്ടൻ, ബംഗാളി, ദാദാന്ന് നമ്മൾ വിളിക്കുക അവരെ, ആ ദാദ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ അമ്മമാരും അച്ഛന്മാരും ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അടുത്തുള്ളവരൊക്കെ നോക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി ചികിത്സയൊക്കെ. അപ്പൊ ഡോക്ടറും ദാസ്ഗുപ്ത വളരെ സൈഡ് ഡിവോട്ടി, ഞങ്ങളുടെ വലിയ ഫ്രണ്ടുമാണ്. അപ്പൊ അദ്ദേഹം കൈയൊക്കെ കെട്ടിവെച്ച് കൊടുത്തയച്ചു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ചെല്ലണം, കൈ 2-3 ദിവസം അടുപ്പിച്ച് കെട്ടണം, അതിന് വേണ്ടിയിട്ട് ബാൻഡേജ് ചെയ്യാനായിട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാണ്. എനിക്ക് 10-34 വയസ്സേ ഉള്ളൂ, അറിയാലോ, ആ പ്രായത്തില് കുറച്ച് വികാരമൊക്കെ കൂടുമല്ലോ, ദേഷ്യമൊക്കെ. എന്തിനാടാ ഇങ്ങനെ കാണിക്കാൻ പോയത്, നിന്നെ നോക്കിക്കോ, നിന്നടുത്ത് ഞാൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് അവനെ കുറെ വഴക്കും പറഞ്ഞ് പിണങ്ങിയൊക്കെ ഇരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ അവനെയും കൊണ്ട് വണ്ടിയിൽ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇറക്കി. എന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഭയങ്കര കരച്ചിൽ, അവൻ വേദനയാണെന്ന് തോന്നുന്നു. അടുത്തായതുകൊണ്ട് അവിടെ ആക്കിയിട്ട് ചേട്ടൻ ഓഫീസിൽ പോയി. അവൻ ബാൻഡേജ്, നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ അവിടുന്ന് ബാൻഡേജ് ഇട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ചുമന്ന് തുടുത്തിരിക്കും മുഖമൊക്കെ. ഞാനാണെങ്കിൽ ഒരുമാതിരി പിണക്കം. അതുകൊണ്ട് അവൻ വന്നാൽ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും, അവൻ കിടന്ന് ഉറങ്ങും, പാവം.
അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം രാവിലെ പോകാൻ നേരത്ത് അവൻ നോക്കുമ്പോൾ അവനൊരു പനിക്കോള്. അപ്പം നമ്മൾ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ പനിയുണ്ടല്ലോ, അപ്പം പോയിട്ടൊക്കെ വരുമ്പോ തനിച്ചൊക്കെ വരണ്ടേ എന്നപ്പോ ഡോക്ടറിന് വേണ്ട, മിസ്റ്റർ മേനോൻ വന്നാൽ മതി, ഞാൻ ബാൻഡേജിനുള്ളതും മരുന്നൊക്കെ കൊടുത്തു വിടാം. ദീദി, എന്നെ ചേച്ചി എന്നാ വിളിക്കുക, ചേച്ചി ചെയ്തോളൂ, വീട്ടിൽ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഞാനും മോളും കൂടെ ഒരു കട്ടിലിരുന്നിട്ട് അവനെ എൻ്റെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ബാൻഡേജ് മാറ്റിയിട്ട് കൈ കെട്ടണം. ബാൻഡേജ് മാറ്റിയതും എൻ്റെ ഹൃദയം ശരിക്ക് പൊട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ എല്ല് മാത്രമേ ഉള്ളൂ, മാംസം പോലും ഇല്ലാതെയാണ് പൊള്ളിയിരിക്കണം, എല്ല് മാത്രം. ഞാന് ഭയങ്കരമായിട്ട് സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. മോളും കരച്ചില്, അവനും കരച്ചില്, വിങ്ങിപ്പൊട്ടി ഏകം പൂജാമുറിക്കകത്ത് പോയി ഭഗവാന്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു സ്വാമിയുടെ. ആ പടം എടുത്ത് കുലുക്കി 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 കുലുക്കി, സ്വാമി എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു, എന്തിനെന്നോട് ഇങ്ങനെ ചെയ്ത്, എൻ്റെ മകനോട് ഞാൻ എങ്ങനെ എത്ര ദുഷ്ടതയോടെ പെരുമാറി, സ്വാമി എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഇപ്പൊ തന്നെ ഞാൻ അവന് വിഭൂതി കൊടുക്കും, 3 ദിവസം എൻ്റെ കുഞ്ഞിന്റെ കൈ നേരാക്കി തരണം, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആ പ്രായത്തില് ഒരു അമ്മ വികാരം കൊണ്ട് എന്തൊക്കെ സ്വാമിയോട് പറയും, അച്ഛനോടും അമ്മയോട് പറയും, അതുമാതിരി സ്വാമിയെ വഴക്ക് പറഞ്ഞ് ഒരു ചാലഞ്ചൊക്കെ കൊടുത്ത് സ്വാമിയുടെ വിഭൂതി എടുത്ത് കുഞ്ഞിനെ കഴിക്കാൻ കൊടുത്ത് ആ കൈ കെട്ടുമ്പം അതിന്റെ ബാനേജിന്റെ മുകളിൽ നിറച്ച് വിഭൂതി ഇട്ട് വളരെ പാവം. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം ബാൻഡേജ് അഴിച്ചപ്പം അവന്റെ കയ്യില് മാംസം വന്ന് മൂടി, ഒരു ചെറിയ പോറല് പോലും, ഒരു കൈ പൊള്ളിയതാണെന്നും പറയാതെ സ്മൂത്തായിട്ടിരുന്നു. അതേ സമയത്ത് അവന് ഗർഭിണിയായിരിക്കുമ്പം എൻ്റെ കൈ ഇതുപോലെ എണ്ണ വീണ് പൊള്ളിയിരുന്നു. ആ പൊള്ളിയതിന്റെ എൻ്റെ കയ്യിലെ പാട് മാറാൻ 16 വർഷം എടുത്തു. അതിങ്ങനെ പാണ്ടുപോലെ വെളുത്ത് 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 കുത്തായിട്ടിരുന്നു 16 വർഷം. എൻ്റെ മകന്റെ കൈ 3-ാമത്തെ ദിവസം ഭഗവാന്റെ വിഭൂതി കൊണ്ട് മാത്രം, അനുഗ്രഹം കൊണ്ട് 3-ാമത്തെ ദിവസം അവന്റെ കയ്യിൽ ഒരു പാടുമില്ല. കുഞ്ഞു കൈയല്ലേ, സ്മൂത്തായി. ഇപ്പോഴും ഇല്ല അവന്റെ കയ്യിൽ പാട്, അന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കരമായ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിച്ചു. അത് ഓർക്കുമ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സ് വിറയ്ക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ ആ കൃപാതിരേകം ആലോചിച്ച കണ്ണ് നിറഞ്ഞു തുളുമ്പും ഇപ്പോഴും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജയ സായിരാം. സായി മഹിമ. മദ്രാസിലെത്തുവാൻ നിങ്ങൾ പല വഴികളിലൂടെ സഞ്ചരിക്കും. അതുപോലെ തന്നെയാണ് ഈശ്വരനിലെത്തുവാനും പല മാർഗങ്ങളുണ്ട്. പ്രേമം, സത്യം, സേവനം, ദയ, നാമസ്മരണം ആദിയായവ. ഒരു അദ്വൈതവാദി താൻ ഈ സൃഷ്ടിയുടെ മുഴുവൻ ആധാരമായ ബ്രഹ്മനാണെന്ന് സ്വയം അറിയുന്നു. എല്ലാ പാതകളും ശരിയായവ തന്നെ. ചിലത് സുഗമം, ചിലത് ചുറ്റിക്കറങ്ങുന്നത്, ചിലത് ദുർഗമം എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈശ്വരൻ സർവഭൂതാന്തരാത്മനാണ്. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുവാൻ ഈശ്വരന് എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒരു മാങ്ങ അണ്ടിയിൽ നിന്നും ഒരു ഉണ്ടാകുന്നു. അതില് അനേകം ആയിരക്കണക്കിന് മാങ്ങകൾ ഉണ്ടാകുന്നു. എല്ലാ മാങ്ങകളിലും അണ്ടികളും ഉണ്ടാകും. അതുപോലെ നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ ഈശ്വരന് തന്റെ സൃഷ്ടിയായ സർവ ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും അന്തർഗതനായി സ്ഥിതി ചെയ്യുവാൻ സാധിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. ജയ സായിരാം. ഇന്ന് വായിച്ച ശ്രീജ ടീച്ചർ. സായിരാം. പറയൂ, മാഷ് പറഞ്ഞോളൂ. ശാന്തി. ശരി, പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ശാന്തി. ഭജന കഴിഞ്ഞോ? ഭജന കഴിഞ്ഞോ? ഭജന കഴിഞ്ഞു. ഭജന ഇല്ലേ? കഴിഞ്ഞു, ഭജന കഴിഞ്ഞു. ശ്രീജ ടീച്ചർ വളരെ ആദർശമായിട്ടുള്ള ഒരു ടീച്ചറാണ്. 20 വർഷമായിട്ട് എനിക്കറിയാം ടീച്ചറെ ഒരു ബയോളജി ടീച്ചറാണ് ഹൈസ്കൂളിലെ. ടീച്ചറിന്റെ ബാലവികാസ് ക്ലാസ് ഏറ്റവും മാതൃകയായിട്ട് പോകുന്നൊരു ബാലവികാസ് ക്ലാസ് ആണ്. അപ്പൊ ടീച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ കേട്ടപ്പോൾ അതിൽ വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. കാരണം ഭഗവാന് നല്ല അർപ്പണത്തോടെയുള്ള ഇങ്ങനെയുള്ള ബാലവികാസ് ഗുരുക്കൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ. ഇപ്പൊ ടീച്ചറിന്റെ നേതൃത്വത്തില് തൃക്കരിപ്പൂര് നല്ല രീതിയിൽ തന്നെ മാറി വരുന്നുണ്ട്. ഭഗവാൻ ടീച്ചർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. സായിരാം.
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും